ഹായ്, നമ്മളിന്ന് സംസാരിക്കുന്നത് പലരും എക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് പോസിബിൾ ആവാറില്ല. ഒരുപാട് ടെക്നിക്കുകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് പറയുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളിത് പൂർണ്ണമായിട്ടും കാണുക. ആ ബ്ലോക്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തിനോടുള്ള അല്ലെങ്കിൽ അവളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു പിണക്കത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വീണ്ടും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ധാരാളം ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സ് എന്താണ്, അതിൻ്റെ വൈബ്രേഷൻ എന്താണെന്ന് അറിയാതെയാണ് നിങ്ങൾ ഓരോ ടെക്നിക്കുകളും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, കാര്യത്തിലോട്ട് കടക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പോ വിദ്വേഷമോ പകയോ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ ടെക്നിക്കുകൾ ചെയ്താലും നടക്കത്തില്ല. കാരണം ഒരു സോളുമായിട്ട് അട്രാക്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ കിട്ടണം. നിങ്ങൾ എന്തിൻ്റെങ്കിലും പേരിൽ പിണങ്ങി, അതിനോടുള്ള ആ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കുക. ആ ഒരു വെറുപ്പ് ഉള്ളിലുണ്ട്. എന്നാലൊരു വാശിപ്പുറത്ത് അവളെ എനിക്ക് വേണം അല്ലെങ്കിൽ അവനെ എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ടെക്നിക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പോസിബിൾ ആവത്തില്ല. അപ്പോൾ അത് മാറാൻ, അത്തരത്തിലുള്ള ഒരു ബ്ലോക്കിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ. ഈ അഫർമേഷൻ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഒരു 21 ദിവസം 21 തവണ വീതം എഴുതുക. ഒന്നുകിൽ രാവിലെ എഴുതുക അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബ്ലോക്കിനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ വ്യക്തിയോട് വെറുപ്പ്, ദേഷ്യം, പക, വിദ്വേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർഗീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പോയിന്റ് കിട്ടിയില്ലേ? അഫർമേഷൻ പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ അഫർമേഷൻ ഇതാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഐ ലവ് ആരാണോ ആ വ്യക്തിയുടെ പേര്. ഇപ്പോൾ കൈനയാണെങ്കിൽ ഐ ലവ് കൈന. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൈന എന്ന് പറയുന്ന പേര് ഭയങ്കര വിവാദമാവാറുണ്ട് സാധാരണ. കാരണം കമൻറ്റിലൊക്കെ പല ആളുകളും ആരാണ് കൈന, എപ്പോഴും ഈ പേരെന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ തുടക്കം മുതലേ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു പേര് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് തന്നെ വീണ്ടും പറയാം. കാരണം ഓരോ വീഡിയോയിലും ഓരോ പേരുകൾ പറയുന്ന സമയത്ത് ആളുകൾ എന്താണെന്ന് വിചാരിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. ഐ ലവ് കൈന ലവ്സ് മീ. ഇതാണ് നമ്മുടെ അഫർമേഷൻ. ഐ ലവ് കൈന ലവ്സ് മീ. ഞാൻ കൈനയെ സ്നേഹിക്കുന്നു, കൈന എന്നെയും സ്നേഹിക്കുന്നു, മലയാളത്തിലാണെങ്കിൽ. അപ്പോൾ ഈ പേരൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. ഓക്കെ, വീഡിയോ കാണുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ ആരെയാണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാക്കി മാറ്റിയിട്ട് 21 ദിവസം എഴുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ആദ്യമൊന്നും പോവില്ലെങ്കിലും ഡെയിലി 21 പ്രാവശ്യം ഇതിങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് എഴുതാനാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു വെറുപ്പും പകയൊക്കെ പതിയെ നീങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ബ്ലോക്കിനെ മാറ്റി കഴിയുമ്പോഴാണ് നിങ്ങൾ ബാക്കിയുള്ള ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുക. ലവ് മാസ്റ്ററി അങ്ങനെയുള്ള കോഴ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്തിട്ടും ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇത്തരത്തിലുള്ള ചെറിയ ബ്ലോക്കുകളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ കോഴ്സുകളോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എൻക്വയറി ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ യെയർ ചെയ്യാം. സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴത്ത് യെസ് ഐ ലവ് ഇറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.